നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസിൻ്റെ സിലബസ് പ്രകാരം നാച്ചുറൽ സയൻസ് ഭാഗത്തുള്ള സിലബസിൽ നിന്നും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ആ ഒരു ഭാഗത്തു നിന്നും SCERT ടെക്സ്റ്റിലുള്ള ധാരാളം ചോദ്യങ്ങൾ കേരള PSC വരുന്നുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചാപ്റ്ററിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നോക്കാം. SCERT ടെക്സ്റ്റിനകത്തുള്ള ആ പാഠഭാഗം നോക്കാം. ഓക്കെ, ചാപ്റ്റർ ഇതാണ്. വൈവിധ്യം നിലനിൽപ്പിന് പരിസ്ഥിതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം നമുക്ക് നോക്കാം. എക്സാമിന് വരുന്ന പോയിന്റ്സ് മാത്രം. ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. റെഡ് ഡേറ്റ ബുക്ക്, ഉപഭോക്താക്കൾ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ 2026 ചോദിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നീങ്ങാം. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നോക്കാം. ഇവിടെ എന്താണ് ജീവമണ്ഡലം? വെറുതെ നോക്കി വെച്ചേക്കാം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഇത് ജീവമണ്ഡലം എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലും സമുദ്രത്തിലും അടിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ജീവമണ്ഡലം എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിലുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും കാണപ്പെടുന്നു എന്ന് പറയുന്നു. അടുത്ത പ്രധാന പോയിന്റ്, അടുത്തത് ഇക്കോളജി എന്താണ്? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും രണ്ട് ജീവികൾ തമ്മിലും മറ്റു ജീവികളായിട്ടും ഉള്ള അവയുടെ ചുറ്റുപാടുകൾ, ജീവിയും ചുറ്റുപാടുമാണ് ബന്ധം. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. സിമ്പിളായി പറഞ്ഞ ജീവികളും അവയുടെ ചുറ്റുപാടും അല്ല പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധമാണ് ഇക്കോളജി. ഇങ്ങനെ വിവിധതരം ആവാസ വ്യവസ്ഥകൾ, ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ ഇക്കോളജിക്കകത്ത് വരുന്നുണ്ട്, പരിസ്ഥിതിക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പ്രധാനപ്പെട്ട മറ്റൊരു വലിയ പോയിൻ്റാണ് നോക്കുക, ജീവലോകം അല്ലേ. ജീവലോകത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സാണ് സൂര്യനാണ്. ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ്ജ സ്രോതസ്സാണ് സൂര്യൻ. ജീവലോകത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സാണ് സൂര്യൻ. ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ ഏറ്റവും നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും ബേസിക്കായിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഹരിതസസ്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ ഹരിതസസ്യങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന ഊർജ്ജമാണ് ഭക്ഷ്യശൃംഖല വഴി കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റ് ജീവികളിലേക്ക് എത്തുക. ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഒരു ജീവി തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഭക്ഷ്യശൃംഖല വരിക. പ്രധാനമായിട്ടും അവിടെ ആരൊക്കെ വരാം? ഉൽപ്പാദകരാണ് ആദ്യം വരിക, പിന്നെ ഉപഭോക്താക്കൾ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വിഘാടകർ വരുന്നുണ്ട്. ഇതൊരു ഭക്ഷ്യശൃംഖലയുടെ സിമ്പിളായ ഭക്ഷ്യശൃംഖലയാണ്. ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, അവരെ ആഹാരമാക്കുന്ന വിഘാടകർ അല്ലേ. അപ്പോൾ ഇത് മൂന്നെണ്ണങ്ങൾ, മെയിൻലി 3 ഘടകമാണ് ഇപ്പോൾ ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ആഹാര ശൃംഖലയിൽ വരുന്നത്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇനി നോക്കാം. അതായത് ഹരിതസസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജമാണ് ഭക്ഷ്യശൃംഖല വഴി കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റ് ജീവികളിലേക്ക് എത്തുക. ഇനി പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണെന്ത്? ഉൽപ്പാദകർ. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് ഉൽപ്പാദകർ. പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പ്രകൃതിയിലെ അസംസ്കൃത വസ്തുക്കളായ ഏതൊക്കെ, എന്താ പറയുക, പ്രകാശം അല്ലേ, അതുപോലെ ജലം, ലവണങ്ങൾ, പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ഹരിതസസ്യങ്ങൾ അവരുടെ ഇലയിലുള്ള ഹരിതകം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നു. അതാണെന്ത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുക. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ സംഭവം നടക്കുന്നുള്ളൂ. ഓക്കെ, അത് സിമ്പിൾ കാര്യം. ഇനി പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണെന്ത്? ഉൽപ്പാദകർ. അവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി നേരിട്ടോ അല്ലാതെയോ ഊർജ്ജത്തിനായിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികളെ പറയുന്ന പേരാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നു. ഇനി നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നു. ഓക്കെ, അതായത് ഉൽപ്പാദകർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഹരിതസസ്യങ്ങളെ പറയുന്ന പേരാണെന്ത്? ഉൽപ്പാദകർ. അവരെ ആഹാരമാക്കുന്നവരെല്ലാം എന്താണ്? ഉപഭോക്താക്കളാണ്. ഉപഭോക്താക്കൾ 3 തരത്തിലുണ്ട്. അതായത് അവരാരൊക്കെയാണ്? ഒന്ന് പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയും, ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെയാണ്? അതായത് നോക്കാം, നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ വിളിക്കുന്ന പേരെന്താണ്? പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നു. ഇനി അവയെ ആഹാരമാക്കുന്നവയാണെന്ത്? ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയാം. ഇനി പ്രാഥമിക ഉപഭോക്താക്കൾ വരുമ്പോൾ എക്സാമ്പിൾ ആര് വരാം? നമ്മുടെ പുൽച്ചാടി അല്ലേ. പുല്ലിനെ കഴിക്കുന്ന പുൽച്ചാടി പ്രാഥമിക ഉപഭോക്താക്കളിൽ പെടുന്നവയാണ് അല്ലേ. ഈ പുൽച്ചാടിയെ കഴിക്കുന്ന ആരാണ്? തവള വരാം അല്ലേ. അതൊക്കെ ദ്വിതീയത്തിൽ വരുന്നുണ്ട്. ഇനി ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരാണെന്ത്? തൃതീയ ഉപഭോക്താക്കൾ. പ്രാഥമികം,
ദ്വിതീയം, തൃതീയം എന്ന് 3 ഉപഭോക്താക്കൾ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊരു ആഹാര ശൃംഖലാജാലം അല്ലേ. ആഹാര ശൃംഖലാജാലം ഞാൻ ഒരു സിമ്പിൾ പറഞ്ഞ എന്തായിരുന്നു? ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ. ഉൽപ്പാദകർ ഫലസസ്യങ്ങൾ മാത്രമാണ്, സസ്യങ്ങൾ മാത്രമാണ് ഉൽപ്പാദകർ എന്ന് പറയും, വേറൊന്നും വരത്തില്ല. ഉപഭോക്താക്കൾ ആര് വരാം അല്ലേ? അത് സസ്യാഹാരി വരാം, മാംസാഹാരി വരാം അല്ലേ. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന കുറേ മാംസങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളും വരുന്നുണ്ട്. അപ്പോൾ അവർ പ്രാഥമികം വരുന്നുണ്ട്, അതുപോലെ ദ്വിതീയം വരുന്നുണ്ട്, തൃതീയവും വരുന്നുണ്ട്. ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പ്രാഥമികം എന്ന് പറയുന്ന സസ്യങ്ങൾ നേരിട്ട് കഴിക്കുന്നവരായിരിക്കണം. ഈ പ്രാഥമിക സസ്യങ്ങളെ കഴിക്കുന്നവരാണെന്ത് ദ്വിതീയം എന്ന് പറയുക. അവരെയും കഴിക്കുന്ന മാംസമൊക്കെ കൊത്തി വലിച്ചു കയറി മൃതശരീരം പോലൊക്കെ ഉണ്ടല്ലോ, കഴുകനൊക്കെ വരുന്നത് തൃതീയം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. സിമ്പിളായ കാര്യമായിരുന്നു. അത് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ അത് മനസ്സിലായല്ലോ. അടുത്ത ചോദിക്കുന്ന ഒരു പാർട്ടാണെന്ത്? ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം അല്ലെങ്കിൽ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നു. ഭക്ഷ്യശൃംഖലയുടെ ഒരു ജീവിയിൽ, ഭക്ഷ്യശൃംഖല മനസ്സിലായല്ലോ. അതായത് എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ, മെയിൻലി അങ്ങനെ. അപ്പോൾ അതിനകത്ത് ഒരു ജീവിയുടെ ഇവിടെ നിൽക്കുന്നു അല്ലേ. ഉൽപ്പാദകരായിട്ട് നിൽക്കുവാണോ, ഉപഭോക്താക്കളായിട്ട് നിൽക്കുവാണോ അല്ലേ, ഏതാണ് എൻ്റെ സ്ഥാനം? ആ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നതാണെന്ത്? പോഷണതലം അല്ലെങ്കിൽ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാകുന്നു. അതുകൊണ്ട് അവ എന്താണ്? 1-ാം പോഷണതലത്തിൽ പെടുന്നു. ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ 1-ാം പോഷണതലം, 1-ാം ട്രോപ്പിക് ലെവലിൽ പെടുന്ന ആരാണ്? സസ്യങ്ങളാണ് എപ്പോഴും. ഇനി സസ്യങ്ങളിൽ നേരിട്ട് പോഷണം സ്വീകരിക്കുന്നവരാണെന്ത്? സസ്യാഹാരി. അവർ 2-ാം ട്രോപ്പിക് ലെവൽ, 2-ാം പോഷണതലത്തിൽ പെടുന്നു. ഓക്കെ, ഇനി അതിന് കഴിഞ്ഞിട്ട് എന്താ പറയുക, വീണ്ടും അവയെ ആശ്രയിക്കുന്ന മാംസാഹാരി അവരെന്താണ്? 3-ാം ട്രോപ്പിക് ലെവലാണ്. 3-ാം ട്രോപ്പിക് ലെവലാണ്. അപ്പോൾ സസ്യാഹാരികളെ 2-ാം പോഷണത്തിൽ പെടുന്നു. ഇനി അവയെ ആശ്രയിക്കുന്ന മാംസാഹാരികളാണെന്ത്? 3-ാം പോഷണത്തിൽ പെടുക. മാംസാഹാരികളാണ് 3-ാം പോഷണത്തിൽ പെടുന്നു. മാംസാഹാരികളാണ് 3-ാം ട്രോപ്പിക് ലെവലിൽ പെടുന്നത്. ഇനി അടുത്തത് മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാരാണ് 4-ാം പോഷണതലത്തിൽ ഉള്ളത് അല്ലേ. മാംസാഹാരികളെയും കഴിക്കുന്നവരുണ്ട് അല്ലേ. എക്സാമ്പിൾ കഴുകൻ. മാംസാഹാരികളെയും കഴിക്കുന്ന ഇരപിടിയന്മാരാണെന്നത് 4-ാം പോഷണത്തിൽ പെടുക അല്ലേ. അപ്പോൾ നമ്മുടെ ഭക്ഷ്യശൃംഖല വളരെ സങ്കീർണമുള്ളതാണ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഏറ്റവും ആദ്യം അല്ലേ, 1-ാമത്തെ പോഷണതലം ഉൽപ്പാദകർ അല്ലേ. ഉൽപ്പാദകർ സസ്യങ്ങളാണ്, നമുക്കറിയാവുന്നതാണ്. അടുത്തത് എന്താണ്? ഉൽപ്പാദകരായ സസ്യങ്ങളെ കഴിക്കുന്നവരാണെന്ന് സസ്യാഹാരികൾ, ഒരു പ്രാഥമിക ഉപഭോക്താക്കളാണ് അവർ. 2-ാമത്തേത് നോക്കി, ഒരു ബോക്സിൽ ആദ്യം ഉൽപ്പാദകർ എഴുതുന്നു, അടുത്തത് പ്രാഥമികം, ദ്വിതീയം അല്ലേ, തൃതീയം എഴുതുക. അപ്പോൾ ആദ്യം കിടക്കുന്നവരെല്ലാം 1-ാമത്തെ പോഷണം, 2-ാമത്തെ പോഷണം എഴുതി വെച്ചാൽ മതി, നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പം 3-ാം പോഷണതലം എവിടെയാണ് അല്ലേ? ഇവരാണ് ദ്വിതീയ ഉപഭോക്താക്കളാണ്, അവർ മാംസാഹാരികളാണ്. ഈ മാംസാഹാരികളെയും കഴിക്കുന്നവരാണെന്ത്? നമ്മുടെ തൃതീയ ഉപഭോക്താക്കൾ അല്ലേ. മാംസാഹാരികളെ ഭക്ഷിക്കുന്നവരെന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും കഴുകനൊക്കെ തന്നെയല്ലേ വരിക. മാംസാഹാരികളെയും ഭക്ഷിക്കുക, മാംസം ഭക്ഷിക്കുന്നവർ, മാംസം മാത്രം ഭക്ഷിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അത് പ്രത്യേകം ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തൃതീയ ഉപഭോക്താക്കളാരല്ലേ, കഴുകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. സസ്യങ്ങൾ കഴിക്കുന്നവരാരൊക്കെ, മൃഗങ്ങളെ അതൊക്കെ. ഒന്ന് ആന അല്ലേ, മറ്റൊന്ന് എന്തായിരുന്നു? സസ്യബുക്കെന്നല്ലേ പറയുക. പിന്നെ ആരാ? സസ്യം കഴിക്കുന്നവർ. പിന്നെ മാന. അപ്പോൾ അവരെ ആഹാരമാക്കുന്നവരൊക്കെ എന്താണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന, സസ്യാഹാരികളെ ആഹാരമാക്കുന്ന മാംസാഹാരികൾ. അപ്പോൾ അവരെ സിംഹം കഴിക്കാം, കടുവ കഴിക്കാം അല്ലേ. അപ്പം മാംസം കഴിക്കുന്ന മാംസാഹാരികൾ. അപ്പോൾ അതൊക്കെ ഓർത്തിരുന്നാൽ മതി, നമുക്കിത് എഴുതാൻ പറ്റും. ഉൽപ്പാദകർ, പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ. അതിന് സിമ്പിളായ ഫോം പഠിച്ചു വെച്ചേക്കണം. തൃതീയ ഉപഭോക്താക്കൾ ആരാണ്? മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവരാണെന്ത്? തൃതീയ ഉപഭോക്താക്കൾ. ദ്വിതീയ ഉപഭോക്താക്കൾ ശരിക്കും ആരാണ്? മാംസാഹാരികളാണ്. ഓക്കെ, പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യാഹാരികൾ. അതും കൂടി പഠിച്ചു വെച്ച് ഇങ്ങനെ തന്നെ ഒരു പക്ഷേ ചോദിച്ചേക്കാം, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഉൽപ്പാദകർ എപ്പോഴും ആരാണ്? നമ്മുടെ ഹരിതസസ്യങ്ങളാണ്. ഉൽപ്പാദകർ എന്ന് പറയുന്നത് ഹരിതസസ്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഇനി ഇവിടെ ജീവിബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനം അല്ലേ. മാനും കടുവയും കണ്ടല്ലോ. മാനും കടുവയും ശരിക്കും ഇരപിടിയന്മാരാണ്. ഒന്നിന് ഗുണം, മറ്റൊന്നിന് ദോഷകരം, ഇരപിടിയൻ ഭക്ഷണമാവുന്നുള്ളതാണ് അല്ലേ. പരാദജീവനം, ഒന്നിന് ഗുണകരം, മറ്റൊന്നിന് ദോഷകരമാണ്. പരാദം പോഷണത്തിന് ആതിഥേയനെ ആശ്രയിക്കുന്നു. പരാദജീവനം മാവ് വിത്തൽക്കണ്ണി. ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ മാവ് വിത്തൽക്കണ്ണി എന്ന് പറയുമ്പോൾ എന്താണത്? പരാദജീവനമാണ്. മാവ് വിത്തൽക്കണ്ണിയുമാണ് പരാദജീവനം എന്ന് പറയുക. മാവ് വിത്തൽക്കണ്ണി അല്ലേ. മാവിൽ പിടിച്ചു കഴിഞ്ഞാൽ മാവ് ഉണങ്ങിപ്പോവാറുണ്ട്. അപ്പോൾ ഒന്നിന് ഗുണകരം, മറ്റൊന്നിന് ദോഷകരമാവുന്നു. മത്സരം തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, പിന്നീട് ജയിക്കുന്നവന് ഗുണകരം അല്ലേ. രണ്ടിനും ദോഷകരമുള്ളവരാണ് ശരിക്കും അങ്ങനെ. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? മ്യൂച്വലിസം, കമൻസാലിസം ഉണ്ട്. ഒന്നിന് ഗുണകരം, മറ്റൊന്നിന് ഗുണമോ ദോഷമോ ഇല്ലാതെ വരുന്നതാണ്. എക്സാമ്പിൾ മാവും മരവാഴയും ഒക്കെ കണ്ടിട്ടില്ലേ അത്. ഇനി അതൊരു ജീവിബന്ധങ്ങളെക്കുറിച്ചുള്ളതാണ്. അത്
നമ്മുടെ പ്രിലിംസിന് അത്ര അങ്ങ് ചോദിച്ച് കണ്ടിരുന്നാലും പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് മെയിൻ പോയിന്റിലേക്ക് നോക്കാം. ഒരു ആവാസ വ്യവസ്ഥകളാണ് കൊടുക്കുക അല്ലേ. വനം ഒരു ആവാസ വ്യവസ്ഥയാണ്. സമുദ്രമുണ്ട്, പുൽമേടുകളുണ്ട്. കാരണം അവിടെ ജീവികൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട് എന്നർത്ഥം. ഇനി നമ്മുടെ തുന്ദ്ര മരുപ്രദേശങ്ങൾ ഇല്ലേ, അതുപോലെ മഞ്ഞ് പ്രദേശങ്ങൾ, തണ്ണീർത്തടങ്ങൾ, മരുഭൂമിയൊക്കെ എന്താണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നുണ്ട്. കണ്ടല്ലോ, ഇതൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. മരുഭൂമി, തണ്ണീർത്തടം, തുന്ദ്ര പ്രദേശങ്ങൾ, വനം, സമുദ്രം, പുൽമേടുകളൊക്കെ എന്താണ് ചില ആവാസ വ്യവസ്ഥകളാണ്. ഒരു ജീവിക്ക് അവിടെ ആ ജീവിക്ക് ആ ആവാസത്തിൽ ആ ചുറ്റുപാട് ജീവിക്കാൻ സാധ്യമാകുന്നു എന്നർത്ഥം. നെക്സ്റ്റ് പോയിന്റ്, മെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവവൈവിധ്യം എന്താണ്? അവിടെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുള്ളത് വാൾട്ടർ ജി റോസൻ എന്ന സയൻറ്റിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. വാൾട്ടർ ജി റോസൻ അല്ലേ, അദ്ദേഹം ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത എന്ന പദം സൂചിപ്പിച്ച സയൻറ്റിസ്റ്റാണെന്ത് വാൾട്ടർ ജി റോസൻ. അദ്ദേഹം എന്ത് പറയുന്നു, അല്ലെങ്കിൽ ജൈവവൈവിധ്യം എന്താണ്? ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നാണെന്ത് ജൈവവൈവിധ്യം. അതിനകത്ത് ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സ്പീഷീസുകളെ പുതിയ പുതിയ വർഗ്ഗങ്ങളുണ്ടാവും, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജന്തുക്ക വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വാൾട്ടർ ജി റോസിനെ ഓർത്ത് വയ്ക്കാം. അദ്ദേഹം ആരാണ്? ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത അല്ലേ, ജീവൻ്റെ സമ്പന്നത, ജൈവസമ്പന്നത എന്ന പദത്തെ സൂചിപ്പിച്ച വ്യക്തിയാണ്. ഓക്കെ, നെക്സ്റ്റ് മെയിൻ പോയിന്റ് നോക്കാം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് എക്സിറ്റ് ടു കൺസർവേഷൻ, ഇൻസിറ്റ് ടു കൺസർവേഷൻ ആണ് വരിക. നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതായത് പശ്ചിമഘട്ടം, സഹ്യപർവ്വതം, സഹ്യാദ്രി തുടങ്ങിയ പേരുകളുള്ള ഉറവിടം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.5 ലക്ഷത്തിലധികം ചതുപ്പ് പ്രദേശങ്ങളും ഒക്കെയുള്ള സംഭവം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ നോക്കുക, ജൈവവൈവിധ്യ ശോഷണം അല്ലേ. അതായത് ഇവിടെ എല്ലായിടത്തും പക്ഷികളുണ്ട്. ഒരു ചോദ്യം, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവഭാഗം ഏത് തന്നെയാണ്? പക്ഷികളാണ്. മനസ്സിലായി, പക്ഷികളാണ് ഏറ്റവും അധികം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. പക്ഷികളാണ് എപ്പോഴും. അത് നമുക്ക് സിമ്പിളായി ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഇല്ലേ, ഒരു ചോദ്യം നമുക്കിവിടെ ഉണ്ടാക്കിയ ചോദ്യമാണത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കുറച്ച് പക്ഷികളുണ്ട്. ഈ പക്ഷികൾ അതുപോലെ തന്നെ വംശനാശം സംഭവിച്ച പക്ഷികളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അറ്റുപോയ കണ്ണുകൾ, വംശനാശം സംഭവിച്ച ചില ജീവികൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡോഡോ പക്ഷികൾ, അതുപോലെ സഞ്ചാരിപ്രാവുകൾ, അത് ഇനമായ ക്വാഗുകൾ, ഇതൊക്കെ എന്താണ് വംശനാശം സംഭവിച്ചു പോയ പക്ഷികളാണ്. ഇവയൊക്കെ അറ്റുപോയ കണ്ണുകളാണ്. ഇവയൊക്കെ നമുക്ക് ചോദിക്കുന്ന ചോദ്യം, ഡോഡോ പക്ഷിയൊക്കെ ചോദിക്കാറുണ്ട്, സഞ്ചാരിപ്രാവ് ചോദിക്കാറുണ്ട്, ക്വാഗ് ചോദിക്കാറുണ്ട്. വെറുതെ ഓർത്ത് വെച്ചേക്കുക. ഇനി എപ്പോഴും ചോദിക്കുന്ന ചോദ്യം അല്ലേ, എന്താണ് സൈലൻറ്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. ഡി ഡി ടി പോലെയുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച് റേച്ചൽ കഴ്സൺ എന്ന സയൻറ്റിസ്റ്റ് അല്ലെ, ഗവേഷക ഉണ്ടാക്കിയ പുസ്തകമാണെന്ത് നിശബ്ദ വസന്തം. റേച്ചൽ കഴ്സൻ്റെ പുസ്തകമാണ് നിശബ്ദം അല്ലെ. ഇവിടെ നിന്നുള്ള ചോദ്യമാണിത്. ഓക്കെ, ഇവിടെ നിന്നുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പം 3 ഒരു വിവരങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് റെഡ് ഡേറ്റ ബുക്ക് എന്താണ് അല്ലേ. ഇവിടെ നോക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവജാലമുണ്ട്. ഉദാഹരണമാണ് അശോകമരം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലമുണ്ട്. ഒന്ന് അശോകമരം, മറ്റൊന്ന് മരമഞ്ഞൾ, മറ്റൊന്ന് മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങുകൾ, മലമുഴക്കി വേഴാമ്പൽ. ഇതൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. അതിൻ്റെ പേര് ചോദിക്കാറുണ്ട്. ഇനി എന്ത് റെഡ് ഡേറ്റ ബുക്ക്, കഴിഞ്ഞ എക്സാം ചോദിച്ചിട്ടുള്ള റെഡ് ഡേറ്റ ബുക്ക് എന്താണ്? റെഡ് ഡേറ്റ ബുക്ക് അല്ലേ, വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അപ്പോൾ അവർ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCNൻ്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കുന്നുണ്ട്. ഓരോ വർഷവും പട്ടിക തയ്യാറാക്കുന്നു. അതാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും വിവരങ്ങൾ അടങ്ങിയ പട്ടിക അടങ്ങിയ അല്ലെങ്കിൽ ആ രേഖയാണെന്ത് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയാം. നടത്തുന്ന ആരാണ്? IUCN ആണ്, എന്ന സംഘടനയാണ്, പരിസ്ഥിതി സംഘടനയാണെന്ത് IUCN എന്ന് പറയുക. അപ്പോൾ ആ ഒരു മൃഗങ്ങളെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ, അതുപോലെ എന്താണ് എക്സിറ്റു കൺസർവേഷൻ. നോക്കിക്കോളൂ, അതായത് ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണെന്ത് എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, എക്സിറ്റ് നമ്മൾ എപ്പോഴും പുറത്തേക്ക് വരും അറിയാം. അപ്പോൾ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളതാണെന്ത് എക്സിറ്റ് കൺസർവേഷൻ.
അല്ലേ? സ്വാഭാവികമായി തന്നെ കൊടുക്കുന്നതാണെന്ത് അവിടെ ഇൻസിറ്റു കൺസർവേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് ഇൻസിറ്റു വരുന്നതെന്ന് നോക്കാം. ഏതൊക്കെ വരിക നോക്കിക്കോളൂ. ഒന്ന് വന്യജീവി സങ്കേതങ്ങൾ, മറ്റൊന്ന് നാഷണൽ പാർക്ക്, അല്ലേ? അടുത്തത് പിന്നീട് വരുന്നുണ്ട്. വന്യജീവി സങ്കേതം എന്താണ്? ആവാസ വ്യവസ്ഥകളെ പരീക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അതും പഠിച്ചു വെച്ചൊക്കെ ചോദിക്കാം. നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ ഒരു മേഖലയിലെ പ്രകൃതി ഭൗമസവിശേഷതയൊക്കെ കൂടി സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലേ? നാഷണൽ പാർക്ക്. ഇരവികുളം നമുക്കറിയാം, സൈലൻറ്റ് വാലി ഇരവികുളത്ത് വയനാടെന്നറിയാം, സൈലൻറ്റ് വാലി സിംഹവാലം കുരങ്ങാണെന്നറിയാം. അതുപോലെ ആനമുടിച്ചോല, മതികെട്ടൻ ചോല എന്നിവയെല്ലാം എന്താണ്? നാഷണൽ പാർക്കുകളാണ്. നെക്സ്റ്റ് വരുന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയും. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണെന്ത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. എക്സാമ്പിൾ പഠിച്ചു വെക്കാം. മലപ്പുറം കോഴിക്കോട് ജില്ലകളാണ്, അല്ലേ? കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. ഇത് രണ്ടും എക്സാമ്പിൾ എപ്പോഴും ചോദിക്കുന്ന ഭാഗം ഇതൊക്കെ തന്നെയാണ് കേട്ടോ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവുകൾ എന്താണ്? ബയോസ്ഫിയർ റിസർവ് എന്താണ്? പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവവൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട പ്രദേശമാണെന്ത്? ബയോസ്ഫിയർ റിസർവ്. നീലഗിരിയും അഗസ്ത്യമലയൊക്കെ എന്താണ്? ബയോസ്ഫിയർ റിസർവാണ്. ഓക്കെ, നീലഗിരിയും അഗസ്ത്യമലയും എന്താണ്? ബയോസ്ഫിയർ റിസർവാണ്. അപ്പോൾ നെക്സ്റ്റ് കാവുകൾ, അല്ലേ? കാവുകളും എന്താണ്? നമ്മുടെ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് കാവുകൾ എന്ന് പറയുക. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയാണ് കാവുകൾ. ഇവിടെ നന്നായിട്ട് അമൂല്യമായ ജൈവ സമ്പത്താണ് കാവുകൾ നമുക്കറിയാം, അല്ലേ? ഇനി ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ കൂടുതൽ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്താണ്? ഹോട്ട് ടോപ്പിക്ക് നമുക്കറിയാം, അല്ലേ? അതായത് ഇക്കോളജിക്കൽ പരിസ്ഥിതി ഹോട്ട്സ്പോട്ട്, പരിസ്ഥിതിയിൽ പ്രധാനമായിട്ടും ആവാസനാശ ഭീഷണി നേരിടുന്ന ജൈവവൈവിധ്യ മേഖലകളിലെ ജൈവസമ്പന്ന മേഖലയാണെന്ത് ഈ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ജൈവസമ്പന്ന മേഖലയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുക. ജൈവസമ്പന്ന മേഖലയാണ് ഹോട്ട്സ്പോട്ടുകൾ. ധാരാളം സ്പീഷീസ് ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവവൈവിധ്യ മേഖലകളാണെന്ത്? ഈ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയും കേട്ടോ. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 30ഓളം ഹോട്ട്സ്പോട്ട് ഉണ്ട്. അതിൽ 3 ഇന്ത്യയിലുണ്ട്. ഏതൊക്കെയാണിത്? 3 പറയുമ്പോൾ ഒന്ന് പശ്ചിമഘട്ടം, പിന്നെ വടക്ക് കിഴക്കൻ ഹിമാലയം, മറ്റൊന്ന് ഇൻഡോ ബർമ മേഖല. മനസ്സിലായല്ലോ? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയും 3 ഇന്ത്യയിലുണ്ട്. പ്രധാനമായിട്ടും പഠിച്ചു വെച്ചേക്കുക. അത് ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല. നമുക്കത് ചോദിക്കാറുണ്ട് എപ്പോഴും. പശ്ചിമഘട്ടം എന്താണ് നമ്മുടെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഹോട്ട്സ്പോട്ട്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ കഴിഞ്ഞില്ലേ? അതിൻ്റെതാണ് കൊടുത്തേക്ക് നമുക്കറിയാം. ഏതൊക്കെ നോക്കിയോളൂ, പേര് നോക്കി വെച്ചാൽ മതി. വന്യജീവി സങ്കേതങ്ങളുണ്ട്, നാഷണൽ പാർക്കുണ്ട്, കമ്മ്യൂണിറ്റി റിസർവുകളുണ്ട്, ബയോസ്ഫിയർ റിസർവും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അത് അത്രയും നമ്പർ എണ്ണി വെച്ച് പഠിക്കുക. ഇനി എക്സിറ്റ് കൺസർവേഷൻ. ഒന്ന് സുവോളജിക്കൽ ഗാർഡനാണ്, അല്ലേ? അത് ജന്തുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിച്ച് വെച്ചേക്കുന്നു, അല്ലേ? ജന്തുക്കളെ പ്രത്യേകമായി സൂക്ഷിക്കുന്നു. എക്സാമ്പിൾ എവിടെയൊക്കെയുണ്ടത്? തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട് സുവോളജിക്കൽ ഗാർഡൻ. നെക്സ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അവിടെ എന്താണ്? ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാൻ സഹായിക്കുന്നു, അല്ലേ? അവിടെ പോയി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എക്സാമ്പിൾ എവിടെയുണ്ടോ? അത് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് സംഭവം. കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഉദാഹരണം. നെക്സ്റ്റ് ജീൻ ബാങ്ക്. വിത്തുകൾ, ബീജങ്ങൾ മുതലായി ശേഖരിക്കുകയും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉദാഹരണമാണ് ജീൻ ബാങ്ക്. അപ്പോൾ എന്ന് പറയുമ്പോൾ അത് റെയറായിട്ടുള്ള ജീവികളുടെ, ജന്തുക്കളുടെ ആയാലും സസ്യങ്ങളുടെ ആയാലും എന്ത് ചെയ്യും? ഒരു ജീൻ ബാങ്ക് വിത്തുകൾ സൂക്ഷിച്ച് വെച്ചിട്ട് അത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ 2 എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസിറ്റു എന്താണെന്ന് പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കുന്നുണ്ട്, പഠിച്ചു വെച്ചേക്കുക. ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട 2 അന്തർദേശീയ സംഘടനയുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് IUCN, അല്ലേ? ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ജൈവവൈവിധ്യം സംരക്ഷണം എന്ന ലക്ഷ്യത്തോടു കൂടി സ്വിറ്റ്സർലൻഡ് ആസ്ഥാനം പ്രവർത്തിക്കുന്നതാണെന്ത്? IUCN എന്ന് പറയും. ഇനി WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. അവിടെ ജൈവവൈവിധ്യ സംരക്ഷണമുണ്ട്, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണമുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. മലിനീകരണം തടയാൻ. ഇത് പാണ്ടയാണ് അതിൻ്റെ സിമ്പൽ, അല്ലേ? പാണ്ടയാണ്. അപ്പോൾ 2ൻ്റെയും ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡാണ്, അല്ലേ? 2 നേച്ചറിൻ്റെയും WWF, അല്ലേ? ഇതിൻ്റെ ഇതും കൺസർവേഷൻ ഓഫ് നേച്ചറാണ്, ഇതും ഫണ്ട് ഫോർ നേച്ചറാണ്, അല്ലേ? 2 നേച്ചറിൻ്റെയും പരിസ്ഥിതിയുടെയും ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. 2 സ്വിറ്റ്സർലാൻഡാണ് ആസ്ഥാനം. ഓക്കെ,
രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്? ജൈവവൈവിധ്യ സംരക്ഷണമാണ്. ഓർത്തിരിക്കുക. അപ്പം പാൻഡയെ കാണുമ്പോൾ അറിയാം WWF ആണെന്ന് അറിയാം. എപ്പോഴും ചോദിക്കും, IUCN ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു എന്നുള്ളത് കേട്ടോ. ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ, വേഗം പഠിക്കുക. ഒരു 2 മാർക്ക് എന്തായാലും ഉള്ളെന്ന് ഉറപ്പുണ്ട്.